അന്നദാനം ആത്മസമർപ്പണമായി ആറ്റുകാൽ ജി കുമാരസ്വാമി. ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന ഭക്തജന തിരക്കും ആർഭാടങ്ങളും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഏകദേശം 3 പതിറ്റാണ്ടിന് മുമ്പേ ആത്മനിവൃത്തിക്ക് വേണ്ടി ആറ്റുകാൽ വിജയഭവനിൽ ഗണേശപിള്ള തുടങ്ങിവെച്ച അന്നദാനം ഇന്നും മുടക്കം കൂടാതെ ആത്മസമർപ്പണമായി നടത്തുന്ന ഏകദേശം 5000-ൽ പരം ആളുകൾക്ക് അന്നം നൽകി സായുജ്യമടയുന്ന ആറ്റുകാൽ കുമാരസ്വാമി നിസ്വാർത്ഥ സേവനത്തിന്റെ ഉത്തമ മാതൃകയാണ്. അന്നദാനം മറ്റേത് ദാനധർമാദികളെക്കാളും മെച്ചമെന്ന ഉപനിഷത് വചനം സ്വാംശീകരിക്കുകയാണ് തന്റെ സമ്പാദ്യത്തിന്റെ ഒരു പങ്ക് മാറ്റിവെച്ച് കുമാരസ്വാമി. ഈ പ്രവർത്തനങ്ങൾക്ക് താങ്ങും തണലുമായി മാതാവും ഭാര്യയും മക്കളും കൂടെയുണ്ട്. ആറ്റുകാലിൽ ജനിക്കാനും പ്രവർത്തിക്കാനും കഴിഞ്ഞത് ഒരു മഹാപുണ്യമായി കാണുന്ന കുമാരസ്വാമി സ്കൂൾ കുട്ടികൾക്ക് വസ്ത്രം, കണ്ണട, പഠിക്കാൻ ഫീസ് എന്നിവ നൽകി തന്റെ സേവന സന്നദ്ധത തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. തുഞ്ചൻ സ്മാരകത്തിലെയും കാർത്തിക തിരുനാൾ ഗേൾസ് ഹൈസ്കൂളിലെയും കുട്ടികൾക്കും ചിത്ര പൂവർ ഹോമിലെ അന്തേവാസികൾക്കും യൂണിഫോം, പരീക്ഷ ഫീസ് എന്നിവ നൽകി വരുന്നു. ഉജ്ജയിനി മഹാകാളി അമ്മൻ ക്ഷേത്രത്തിലും അന്നദാനം നടത്തുന്നുണ്ട്. ഭഗവതി കുമാരസ്വാമി ഭാര്യയും ഡോക്ടർ നിർമ്മൽ നീതു എന്നിവർ മക്കളും പ്രവീൺ ഡോക്ടർ ദേവിക മരുമക്കളുമാണ്. ഇദ്ദേഹം ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ പ്രവർത്തിക്കുന്ന എഴുത്തച്ഛൻ കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് പ്രസിഡന്റായും വെള്ളാള സമിതി ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറിയായും തായാട് സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് അംഗമായും കേരള വെള്ളാള മഹാസഭയുടെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റായും മണക്കാട് വെള്ളാള സഭയുടെ പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചു വരുന്നു. 2007-ൽ ലയൺസ് ക്ലബ് അംഗമായി. നിലവിൽ അദ്ദേഹം ലയൺസ് ക്ലബ് നോബിളിന്റെ ചാർട്ടേഡ് സെക്രട്ടറിയായും ഫസ്റ്റ് വൈസ് പ്രസിഡന്റുമാണ്. ഇപ്പോഴത്തെ 2013-2014 പ്രസിഡന്റ് കൂടിയാണ്. ആറ്റുകാൽ റെസിഡൻസ് അസോസിയേഷന്റെ ട്രഷററായും വൈസ് പ്രസിഡന്റായും 5 വർഷക്കാലമായി സെക്രട്ടറിയായും സേവനം അനുഷ്ഠിച്ചു വരുന്നു. AISF, AIYF യുവജന പ്രസ്ഥാനത്തിലൂടെ കടന്നുവന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 1970 മുതൽ പാർട്ടി അംഗമായും വളരെ കാലമായി കളിപ്പാൻകുളം ബ്രാഞ്ച് സെക്രട്ടറിയായും ആറ്റുകാൽ ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചു വരുന്നു. സൗത്ത് ആഫ്രിക്ക ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലെ സന്ദർശനം പുതിയ കർമ്മ പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ കാരണമായി എന്ന് കരുതുന്ന അദ്ദേഹത്തിന് ഭാര്യ ശ്രീമതി ഭഗവതി കുമാരസ്വാമിയും മകൻ MBBS വിദ്യാർത്ഥി നിർമ്മലും മക്കൾ ശ്രീമതി നീതുവും മരുമകൻ പ്രവീണും തുണയായി കൂടെ നിൽക്കുന്നു. ഏകദേശം ഞാൻ ചെയ്തു തുടങ്ങിയിട്ട് 45 കൊല്ലമായി. അതിനു മുമ്പ് തന്നെ എൻ്റെ അച്ഛനും അനിയനും ഞാനും ഞങ്ങൾ 3 പേരും കൂടെ ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നമ്മളെ മനസ്സ് തന്നെയാണ് കാരണം. നമ്മൾ പ്രവൃത്തിയുടെ ഫലം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞ പോലെ നാം ചെയ്യുന്ന പുണ്യം എന്ന് പറയുന്നത് നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അന്നദാനത്തിനപ്പുറം ഒന്നും നമ്മൾ മനസ്സിൽ കാണുന്നില്ല. ഇവിടെ മാത്രമല്ല, ഇവിടെ ഒരു ഉജ്ജയിനി മഹാകാളി ക്ഷേത്രത്തിൽ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോഴില്ല, കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു. അതിന് മുമ്പത്തെ എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരുന്നു. ആറ്റുകാൽ പൊങ്കാലയെ പോലെ തന്നെ അവിടെയും ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇവിടെ എല്ലാ വർഷവും നല്ല രീതിയിലുള്ള ഭക്ഷണം നമുക്ക് പാചകക്കാരെ വച്ച് ചെയ്യിപ്പിച്ച് കൊടുക്കുകയാണ്. 40 കൊല്ലം കൊണ്ട് ചെയ്യുകയാണ്. എൻ്റെ അനിയൻ്റെ മക്കളും അനിയത്തിയുടെ മക്കളും ഒക്കെ കൂടെ നിന്ന് എല്ലാ രീതിയിലും എന്നെ സഹായിക്കുന്നു. എൻ്റെ മോളുണ്ട്. അങ്ങനെ എനിക്കിപ്പോൾ സഹായിക്കാൻ എൻ്റെ കുടുംബമുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഏകദേശം ഒരു 50 വർഷത്തോളമായി ചെയ്തു വരുന്നു. ഇപ്പം ഇതിന് ഒരു തുടക്കം എന്തായിരുന്നു? തുടക്കം ഈ പറഞ്ഞ പോലെ നമ്മളെ മനസ്സ് തന്നെയാണ് കാരണം, വേറെ ഒന്നുമില്ല. നമ്മളെ മനസ്സാണ്. എനിക്ക് എങ്ങനെ ചെയ്യണം, നമ്മൾ ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കണം. ആദ്യം അച്ഛൻ കൊടുത്തത് മോര് വെള്ളമാണ്, സംഭാരം. ഞാൻ പറയുന്നത് ഏകദേശം ഒരു 55-60 കൊല്ലത്തിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. മോര് വെള്ളം കൊടുത്തു, നാരങ്ങ വെള്ളം കൊടുത്തു, പിന്നീട് കഞ്ഞി എരിശ്ശേരിയാണ് കൊടുത്തത്. അതെല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഊണിനേക്കാൾ ഇഷ്ടം കഞ്ഞി എരിശ്ശേരിയായിരുന്നു. നല്ല കഞ്ഞിവെള്ളം, ചൂട് കഞ്ഞിവെള്ളം കുടിക്കാൻ. അതിനുശേഷം എൻ്റെ കാലം വന്നപ്പോഴാണ് ഞാൻ അത് അന്നദാനമായിട്ട് മാറ്റിയത്. നല്ല ഭക്ഷണം, ചോറും കറിയും ഒക്കെ വെച്ച് കൊടുക്കുന്നത്, നല്ല പാചകക്കാരെ വെച്ച് നമ്മൾ കൂടെ ഇരുന്ന് കഴിക്കുന്നത്. ഡോക്ടർമാരും പോലീസുമാരും എല്ലാവരും ഇവിടെ വന്ന് കഴിച്ചിട്ട് പോകാറുണ്ട്. അവരെല്ലാം വളരെ സന്തോഷമായിട്ടാണ് എല്ലാ വർഷവും പോകാറുള്ളത്. കഴിഞ്ഞ വർഷമൊക്കെ എത്രത്തോളം ആൾക്കാർ കഴിച്ചിട്ടുണ്ടാവും? ഒരു 2500-നും 3000-നും ഇടയ്ക്ക് കഴിച്ചിരിക്കും. വന്നവർക്കെല്ലാം കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. നമ്മൾ തികയാതെ വന്നപ്പോൾ തന്നെ വീണ്ടും ഇട്ടാണ് 2 ചോറ് വെച്ചാണ് കൊടുത്തത്. കറി നേരത്തെ കരുതിയിരുന്നു. ഇത്തവണയും അതുപോലെ പ്രതീക്ഷിച്ചു. മുൻകാലങ്ങളിൽ 5000-ഓളം പേര് വരുമായിരുന്നു. കാര്യം റോഡിലൊന്നും അന്നദാനം ഇല്ലായിരുന്നു. മുൻകാലങ്ങളിൽ 5000-6000 പേര് പങ്കെടുക്കുമായിരുന്നു. ഇപ്പോഴും കുറഞ്ഞ് 2500-ൽ നിൽക്കുകയാണ്. കാരണം റോഡിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ അന്നദാനം ഉള്ളതുകൊണ്ട് ഇവിടെ വരുന്നവർ സ്ഥിരമായിട്ട് ഇവിടെ ഒന്ന് തന്നെ കഴിക്കും.
മുന്നോട്ടും ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യാൻ മുന്നോട്ടെന്നല്ല, ജീവിച്ചിരിക്കുന്നവരെ ചെയ്യുകയും മരണശേഷം ഇത് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ചിട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ മക്കളും അനിയൻ്റെ മക്കളും അനിയത്തിയുടെ മക്കളും എൻ്റെ മോനും മോളും എല്ലാം കൂടെ ചേർന്ന് ചെയ്യുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. എൻ്റെ മരണശേഷമായിരുന്നാൽ അവരിത് കണ്ടിന്യൂ ചെയ്ത് പോകുമെന്നുള്ള ഉറപ്പാണ്.